തിരുവനന്തപുരം മുണ്ടേലയിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് മോഹൻ നായരുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. CPIM പ്രാദേശിക നേതാവ് വെള്ളനാട് ശശി ഉൾപ്പെടെ 6 പേർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. അഖിൽ ഷാ അൻസാർ ചേരുന്നു വിവരങ്ങളുമായി. അഖിൽ ഷാ, പറയൂ, എന്താണ് അദ്ദേഹത്തെ ശരിക്കും ആത്മഹത്യയിലേക്ക് എത്തിച്ച കാരണമെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്? ഇന്ന് രാവിലെയാണ് ഈ മോഹൻകുമാരൻ നായരുടെ മൃതദേഹം ഈ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം റിസോർട്ടിന് പുറകിലായി കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചർച്ചയാവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ സഹകരണ ബാങ്കിൽ ഈ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ ബാങ്കിൽ 34 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി രജിസ്ട്രാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധം ഈ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം ഈ നിക്ഷേപകർ നൽകിയ 200ഓളം പരാതികളിൽ 31 കേസ് പോലീസ് എടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ സമരം ഉൾപ്പെടെ ശക്തമായതിന് പിന്നാലെയാണ് ഈ ബാങ്ക് പ്രസിഡന്റ് മോഹനകുമാരൻ നായർ പിന്നീട് ഒളിവിൽ പോകുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നൊരു വിവരം, പോലീസിന് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ആത്മഹത്യാക്കുറിപ്പിൽ CPIM പ്രാദേശിക നേതാവ് വെള്ളനാട് ശശിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഒപ്പം ഈ ബാങ്കിൽ എൻക്വയറി ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ബാങ്കിൽ ജീവനക്കാരുടെയും പേര് പറയുന്നുണ്ട്. ഇവർ കുപ്രചരണം നടത്തി, ഇദ്ദേഹത്തിനെതിരെ കുപ്രചരണം നടത്തി, ബാങ്ക് ജീവനക്കാർക്കെതിരെ അടക്കം കുപ്രചരണം നടത്തി. ഒപ്പം ഈ ബാങ്കിലെ നിക്ഷേപകരെ വഴിമുട്ടിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഈ സൂയിസൈഡ് നോട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. മറ്റ് നടപടികൾക്ക് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത നമുക്ക് വരിക. SK.